അപ്പം ഞങ്ങൾ എവിടെ പോവാന്നല്ലേ, അപ്പം ഞങ്ങൾ ഇന്ന് മുളകും മല്ലിയും പൊടിക്കാൻ പോകുക കേട്ടോ. ഞങ്ങൾ മല്ലിയും മുളകും വാങ്ങി വെച്ചിട്ട് അത് പൊടിച്ചാണ് എടുക്കണേ. അപ്പോൾ അതാകുമ്പോൾ നല്ല എരിവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും മുളകും മല്ലിയും വാങ്ങിച്ച് പൊടിപ്പിക്കാറുള്ളു. പിന്നെ ഇങ്ങനെ പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ദിവസത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും. ഒരു 2 മാസമൊക്കെ ഉണ്ടാവും. ഒരു 1.5 കിലോ മുളകും മല്ലിയും പൊടിപ്പിച്ച് ഞങ്ങൾക്കൊരു 2-2.5 മാസം ഈ സാധനം പോകും കേട്ടോ. ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട. പിന്നെ മീൻകറിയൊക്കെ വെക്കുമ്പോഴാണ് എരിവ് മതി. അപ്പോൾ ഞങ്ങളിത് പൊടിക്കാൻ പോകണം ചോറ്റാനിക്കരയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയായിരുന്നു, മറ്റേ ഇലക്ഷൻ്റെ അന്നാണ് പോയത്. അപ്പോൾ വോട്ടെണ്ണ അന്നായതുകൊണ്ട് കട തുറന്നിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ അത് പ്രമാണിച്ച് അവധിയായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമത് പോവാട്ടോ അതും കൊണ്ട്. അപ്പോൾ പോണ വഴി നല്ല രസമാട്ടോ. ആ ചോറ്റാനിക്കര എത്തണ്ടതിന് മുമ്പ് റോഡ് കയറിയാണേ പോണേ. നല്ല വഴിയെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലം അവിടെ കാണാൻ. 2 സൈഡ് നല്ല പാടമാണ്. ഇപ്പോൾ പാടത്ത് പശുവും കണ്ടായി. അപ്പോൾ കണ്ണപ്പൻ എന്നെ അത് കാണിച്ചു, എന്തേ അമ്മ നോക്കിയെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ മുളക് പൊടിക്കണോടത്ത് ഇന്ന് എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കടയാണിത്. അയണൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ, അയണൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ മിഠായി വേണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. പേട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ് പൊടിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ അവൻ വേണമെന്ന് പറയുമല്ലോ. പിന്നെ ഞങ്ങളവിടെ നിന്ന് വെച്ചപ്പോൾ ആ എങ്കടയിലെ ചേട്ടൻ ഞങ്ങൾക്ക് കസരയൊക്കെ എടുത്തിട്ട് തന്നിട്ട് ഇരിക്കാനായിട്ട്. കണ്ടപ്പം വഴക്കിട്ട് നിൽക്കുവാണ്. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് മുളകൊക്കെ പൊടിച്ച് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ടി വിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേക്കില്ലല്ലോ. വന്ന് ടി വിയുടെ മുമ്പിലിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ വെള്ളക്കുപ്പിയുടെ അടപ്പെടുത്ത് വായിൽ വെച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ അതൊക്കെ വാങ്ങി വെച്ചിട്ടോ. അപ്പോൾ ലൈറ്റ് ഇത്തിരി കുറവായതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ട്യൂബ് പിടിപ്പിച്ചേക്കണം. കിച്ചണിൽ ഇപ്പുറത്തോട്ടും കൂടി കിട്ടത്തക്ക വിധത്തിലാണ്. അപ്പോൾ പകലൊക്കെ ആ ട്യൂബ് പകുതി അടച്ചു വെക്കും കേട്ടോ. അപ്പം ഞാൻ അതാണിപ്പം മാറ്റിയത്. പിന്നെ അമ്മൂന് കിട്ടിയ സമ്മാനങ്ങളാണ് അവിടെ നിരത്തി വെച്ചേക്കണത്. അവൻ്റെ ഉണ്ട്, കണ്ണപ്പൻ്റെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോൾ തുണിയെല്ലാം ഉണങ്ങി അതൊക്കെ ഇനി മടക്കി വെക്കണം. അതൊരു പണി തന്നെയാണ്. തുണി മടക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പണിയാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അത് തന്നെ. അലക്കാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മടക്കൽ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ അതൊക്കെ മടക്കി വെക്കാൻ തുടങ്ങി. പക്ഷേ ഇതൊക്കെ മടക്കി തരൂട്ടോ. എനിക്ക് അമ്മൂസും കണ്ണപ്പനും കൂടി തുണിയൊക്കെ മടക്കി തരാറുണ്ട്. ഇന്നെന്തോ അമ്മു ഇല്ലാത്തതുകൊണ്ടാണെന്നോന്നെ അവനത് ചെയ്യാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. അല്ലെങ്കിൽ ചെയ്യണ ആളായിരുന്നു. ഇന്നെന്തോ അമ്മു ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ തന്നെ മടക്കാമെന്ന് വെച്ചാൽ. പിന്നെ മടക്കി വെച്ചിട്ട് വേണം പള്ളിയിൽ പോകാനായിട്ട്. ഇവനാലെൻ്റെ കാലിൽ നിന്നൊട്ട് വിടണമില്ല. ഞാൻ ഇങ്ങാടെ നീങ്ങുമ്പോൾ എൻ്റെ കാലിൽ പിടിച്ച് വലിച്ചോണ്ടിരിക്കുക. പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടന്നട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പണി ചെയ്ത് തീർക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ തുണി മടക്കി കഴിഞ്ഞാലും നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണങ്ങാത്ത തുണിയൊക്കെ ഞാൻ അവിടെ ജനലിൽ തന്നെ വിരിച്ചിടും കേട്ടോ. അധികം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പുറത്ത് കൊണ്ടുപോയി വിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജനലിൽ തന്നെ ഉണങ്ങാത്തൊക്കെ വിരിച്ചിടും. അപ്പോൾ ഞാൻ വേഗം മടക്കി തീർത്ത് ഇനിയിപ്പോൾ പോയാൽ മതി. അങ്ങോട്ട് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. ഓക്കെ, ബൈ.